ഹലോ, അലി ഇംറാസ് മെലാറ്റോ. നമ്മൾ കേട്ട് മറന്ന ഒരു ടെർമിനോളജിയാണ് പറയുന്നത്. രണ്ട് ടെർമിനോളജി. ഒന്ന് ഈസ് സ്വീറ്റ് സ്പോട്ട് ആൻഡ് അതർ ഈസ് ഹോട്ട് സ്പോട്ട്. എന്താണ് സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തികളിൽ ജന്മസിദ്ധിപരമായിട്ട് കിട്ടുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോ ഒരു കുട്ടിക്ക് പാട്ട് പാടാനുള്ള കഴിവ്, ഒരു കുട്ടിക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, ഒരു കുട്ടിക്ക് മറ്റ് പല കാര്യങ്ങൾക്കുമുള്ള പ്രത്യേക കഴിവ്, ആ ജന്മസിദ്ധമായ കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് രക്ഷിതാക്കളെ, അധ്യാപകരുടെ, സമൂഹത്തിന്റെ കടമ. എന്നതിന് ശേഷം ആ കുട്ടികളുടെ ജന്മസിദ്ധി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ അവന് കിട്ടിയ കഴിവിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പഠനം വേണം അവന് കൊടുക്കാൻ. അതിൽ അവൻ എന്തില്ല? there won't be any competition. We cannot compete him for anyone else. അപ്പോ ഇതാണ് സ്വീറ്റ് സ്പോട്ട്. അപ്പോ ഒരു വ്യക്തിയുടെ കഴിവ്, ആ കഴിവിനെ ബൂസ്റ്റ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. അത് കണ്ടെത്തി രക്ഷിതാക്കൾ അത് കൊടുക്കണം. ഇനി വാട്ട് ഈസ് ഹോട്ട്സ്പോട്ട്? ഇന്റർനെറ്റിന്റെ ഹോട്ട്സ്പോട്ട് അല്ല കേട്ടോ. എന്താണ് ഹോട്ട്സ്പോട്ട്? ഇതിനെ നമ്മുടെ കഴിവ് അത് മറ്റൊരുത്തിനെ ചെയ്യാൻ നിർബന്ധിക്കുന്നതിനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫാദറിന്റെ കഴിവ്, ആ കഴിവ് എന്നെ കുട്ടികൾക്കും കിട്ടണമെന്ന് നിർബന്ധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മളതിനെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നൊക്കെ പറയാം. നിർബന്ധിക്കുക എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? നോ. എൻ്റെ അനുഭവത്തിൽ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്ട് നേടിയ ഒരു വ്യക്തി, ഫാദറിന്റെ നിർബന്ധത്തിൽ എക്സ്പേർട്ട് നേടിയ വ്യക്തി, അവൻ ആ ജോലിക്ക് പോവില്ല. ഫാദർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത്. റിയലി ഇറ്റ് ഈസ് എ വേസ്റ്റ്. അങ്ങനെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും കളക്ടേഴ്സും പല ലോകത്തിലോട്ടും രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ തള്ളിവിടുന്ന ഒരു ടെൻഡൻസി പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിയുടെ ജന്മസിദ്ധി മനസ്സിലാക്കി ആ ജന്മസിദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കളായ നമുക്കും അധ്യാപകർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ. അതിലേ അവന് വിജയിക്കാൻ സാധിക്കുള്ളൂ. അവിടെ അവൻ എന്തില്ല? കോമ്പറ്റീഷൻ ഇല്ല. അവിടെ അവൻ എന്ത് ചെയ്യും? ഫുൾ 100% അവന് പ്രസന്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അവന് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. അവന് കൊടുക്കുന്ന വിദ്യാഭ്യാസവും സമ്പത്തും സമയവും ഇറ്റ് വിൽ ബി എ വേസ്റ്റ്. താങ്ക് യു ആൾ. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. താങ്ക് യു.